ഹലോ ഹായ്. ഇന്ന് ഞാൻ മത്തി കൊണ്ടൊരു കറിയാണ് വെക്കാൻ പോകുന്നത്. ഇപ്പം എപ്പോഴും മത്തിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് വെറൈറ്റി ഇതിൽ ആണ് നമ്മളിപ്പോൾ മത്തി വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, വേപ്പില, തക്കാളി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് പുളി ഇടുക. അതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക. അതിന് ശേഷം ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അതിന് ശേഷം ഈ വറ്റിച്ച് വെച്ചിരിക്കുന്നത് ഉപ്പിടാൻ മറന്നുപോയി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് വറ്റിക്കുക. അതിന് ശേഷം ഈ മത്തി എടുത്ത് അതിലോട്ടിട്ട് നന്നായിട്ട് പുരട്ടുക. തണുത്തതിന് ശേഷം വേണം കേട്ടോ. അത് നന്നായിട്ട് പുരട്ടി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു വാഴ ഇല എടുത്ത് വാട്ടിയെടുക്കുക. എടുത്തിട്ട് ഈ പുരട്ടിയ മത്തി അതിലോട്ട് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് നന്നായിട്ട് മടക്കി കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വെച്ച് വേവിച്ചെടുക്കുക. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അത് ഞാൻ എടുത്തില്ല, വീഡിയോ മറന്നുപോയി. അങ്ങനെ വേവിച്ചെടുത്തതാണ് നമ്മൾ ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂറെങ്കിലും വേവിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ച മീനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ തീയിലിരുന്ന് വേവിച്ചാൽ മതി. അത് അങ്ങനെ വേവിച്ചെടുത്ത ഇതാണ് ഇപ്പോൾ നമ്മൾ തുറക്കുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇത് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ വാഴയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ചാറും കൂടെ കൂട്ടാൻ എന്ത് ടേസ്റ്റാണെന്ന് എല്ലാവരും ചെയ്ത് നോക്കും.